ആഹാരത്തോടൊപ്പം ഒരല്പം അച്ചാറില്ലെങ്കിൽ തൃപ്തിയില്ലാത്തവരാണ് ഏറെയും. പുളി, ഉപ്പ്, മണം ഇവയെല്ലാം ഒത്തുചേർന്നാൽ ആഹാരത്തിന് രുചി കൂടും. പക്ഷേ അച്ചാർ ആരോഗ്യത്തിന് നല്ലതാണോ? അച്ചാറിന്റെ ഉപയോഗം പതിയെ പതിയെ രോഗത്തിലേക്ക് കൊണ്ടുപോകുമോ? അച്ചാർ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വിനീഗർ ആരോഗ്യത്തിന് എന്തെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുമോ? ആപ്പിൾ സൈഡർ വിനീഗർ സ്ഥിരമായി ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ? ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഭക്ഷണം കേടാകാതെ ദീർഘകാലം സൂക്ഷിക്കുവാൻ പുരാതന കാലം മുതലേ അച്ചാർ ഉണ്ടാക്കിയിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതലേ ഇന്ത്യ, ചൈന, ഈജിപ്റ്റ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ അച്ചാർ ഉണ്ടാക്കിയിരുന്നു. അന്ന് അച്ചാർ കേടാകാതിരിക്കുവാൻ പ്രകൃതിദത്തമായ മാർഗങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒന്നാമതായി ഉപ്പ്. അച്ചാറിലെ പ്രധാന ഘടകം അന്നും ഇന്നും ഉപ്പാണ്. ഉപ്പ് ഭക്ഷണത്തിലെ വെള്ളം വലിച്ചെടുക്കുക വഴി ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുന്നു. ഇന്നും പല പ്രദേശങ്ങളിലും നാരങ്ങ അച്ചാറൊക്കെ ഇടാൻ ഇത്തരം മാർഗമാണ് ഉപയോഗിക്കാറുള്ളത്. രണ്ടാമതായി ഓയിൽ പ്രിസർവേഷൻ അല്ലെങ്കിൽ എണ്ണയുടെ ഉപയോഗം. തെക്കൻ ഇന്ത്യയിൽ പൊതുവായും വെളിച്ചെണ്ണ, കടുകെണ്ണ, എള്ളെണ്ണ എന്നിവ അച്ചാറിടാനായി ഉപയോഗിച്ചു വന്നിരുന്നു. എണ്ണ ഒരു പാളിയായി അച്ചാറിന് മുകളിൽ നിൽക്കും. അത് കാരണം വായുവും ബാക്ടീരിയയും അകത്ത് കയറാതെ അച്ചാർ സൂക്ഷിക്കപ്പെട്ടിരുന്നു. മൂന്നാമതായി പുളിയും മസാലകളും. പുളി ആഹാരത്തിന് സ്വാഭാവികമായ ആസിഡ് നൽകും. അതോടൊപ്പം മഞ്ഞൾ, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി തുടങ്ങിയ മസാലകൾക്ക് ബാക്ടീരിയ വിരുദ്ധ ഗുണങ്ങളുണ്ട്. അച്ചാർ കേടാകാതെ സൂക്ഷിക്കുവാൻ ഇത്തരം മാർഗങ്ങളാണ് പഴയകാല ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന വിനാഗിരി പാശ്ചാത്യരിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തിയത്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കാലഘട്ടത്തിന് ശേഷം. ആ സമയത്ത് വിനീഗർ പിക്കിളിംഗ് എന്ന ആശയം കടന്നു വന്നു. അച്ചാർ ദീർഘകാലം കേടാകാതെ സൂക്ഷിക്കുവാൻ വിനീഗർ ഉപയോഗിക്കുന്ന രീതി വ്യാപകമായി പ്രചാരത്തിലെത്തി. അച്ചാറിൽ ഉപ്പിന്റെ അളവ് വളരെ കൂടുതലായതിനാൽ അധികമായ അച്ചാറിന്റെ ഉപയോഗം ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം ഉയരുന്നതിന് കാരണമാകുന്നു. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അച്ചാർ തികച്ചും അപകടകാരിയാണ്. ദീർഘകാല ഉപയോഗം ഹൃദയാരോഗ്യത്തെയും വൃക്കകളെയും ബാധിക്കും. ചിലർ അച്ചാറുകളിൽ എണ്ണ അമിതമായി ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ പഴകിയതോ വീണ്ടും ചൂടാക്കിയതോ ആയ എണ്ണയും ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് കൊഴുപ്പ് കൂട്ടുവാനും ഹൃദയരോഗങ്ങൾക്ക് മാത്രമല്ല കൊളസ്ട്രോൾ വരെ ഉയരുന്നതിനും കാരണമാകുന്നു. പുളിയും വിനാഗിരിയും കാരണം അച്ചാറിൽ ആസിഡിന്റെ അളവ് കൂടുതലായിരിക്കും. ഇത് വയറിലെ അസിഡിറ്റി, ഗ്യാസ്ട്രിക് അൾസർ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. വിപണിയിൽ കിട്ടുന്ന ഏകദേശം അച്ചാറുകളിലും നിറം കൂട്ടാനായി ആർട്ടിഫിഷ്യൽ കളേഴ്സും കേടാകാതിരിക്കാനായി കെമിക്കൽ പ്രിസർവേറ്റീവ്സും ചേർക്കാറുണ്ട്. ഇവ ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങൾക്ക് ദോഷം ചെയ്യും. അച്ചാറുകൾ കേടാകാതെ ഇരിക്കുവാൻ ഉപയോഗിക്കുന്ന വിനീഗർ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നത് പലരുടെയും സംശയമാണ്. ചുരുക്കമായി പറഞ്ഞാൽ അച്ചാറിൽ ഉപയോഗിക്കുന്ന വിനീഗർ സാധാരണയായി ആരോഗ്യത്തിന് ഹാനികരമല്ല. പക്ഷേ അളവ് കഴിഞ്ഞ് ഉപയോഗിച്ചാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അച്ചാർ കേടാകാതിരിക്കുവാനാണ് പ്രധാനമായും വിനാഗിരി ചേർക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡ് ബാക്ടീരിയ വളരുന്നത് തടയുന്നു. അതിനാൽ അച്ചാർ കൂടുതൽ ദിവസം കേടാകാതെ സൂക്ഷിക്കുവാൻ കഴിയുന്നു. കുറഞ്ഞ അളവിൽ വിനാഗിരി വയറിലെ ആസിഡിന്റെ നില ശരിയായി സൂക്ഷിക്കുവാൻ സഹായിക്കുന്നു. വിനാഗിരിക്ക് ബാക്ടീരിയ വിരുദ്ധ ഗുണമുള്ളതിനാൽ ചില ഹാനികരമായ മൈക്രോബുകൾ വളരുന്നത് തടയുന്നു. ചില പഠനങ്ങൾ പ്രകാരം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുവാൻ വിനാഗിരി ചെറിയ അളവിൽ ഗുണം ചെയ്യുന്നതായി പറയപ്പെടുന്നു. വിനാഗിരി കൂടുതലായി ഉപയോഗിച്ചാൽ അസിഡിറ്റിയും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും കാരണമാകും. നിരന്തരം അധികമായി വിനാഗിരി ഉപയോഗിക്കുന്നത് പല്ലുകളുടെ ഇനാമൽ നശിച്ച് പല്ലിന് ദോഷമുണ്ടാകുവാനും കാരണമാകുന്നു. അമിതമായ വിനാഗിരിയുടെ ഉപയോഗം ആസിഡ് അത്യധികമായി ഉള്ളിലെത്തുക മാത്രമല്ല വയറിനും തൊണ്ടയ്ക്കും അസ്വസ്ഥത ഉണ്ടാകുവാനും ഇടയുണ്ട്. ഓർക്കുക, വിനാഗിരി അളവിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമല്ല. അച്ചാറിൽ ചേർക്കുന്ന അളവാണ് ശ്രദ്ധിക്കേണ്ടത്. വിനാഗിരി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് നോക്കാം. വിനാഗിരി എന്നത് അസറ്റിക് ആസിഡ് അടങ്ങിയ ഒരു ദ്രാവകമാണ്. ഇത് പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളിൽ നിന്ന് അഥവാ പഴങ്ങളുടെ ചാറ്, തേൻ, അരി കഴുകുമ്പോൾ കിട്ടുന്ന വെള്ളം, മദ്യം ഇവയിൽ നിന്നെല്ലാം ഫെർമെന്റേഷൻ എന്ന പ്രക്രിയയിലൂടെ ഉണ്ടാക്കുന്നു. പഞ്ചസാര അടങ്ങിയ ദ്രാവകങ്ങളായ ആപ്പിൾ ജ്യൂസ്, അരിവെള്ളം, മുന്തിരി നീര്, തേങ്ങാവെള്ളം എന്നിവയെടുത്ത് അതിൽ ഈസ്റ്റ് ചേർക്കുന്നു. ഈ സമയം പഞ്ചസാരയെ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യമാക്കി മാറ്റിയതിനു ശേഷം ആ ആൽക്കഹോളിൽ അസറ്റോബാക്ടർ ബാക്ടീരിയ ചേർക്കുന്നു. ഈ ബാക്ടീരിയ ആൽക്കഹോളിനെ അസറ്റിക് ആസിഡാക്കി മാറ്റുന്നു. ഇതാണ് വിനാഗിരി.
ഇപ്പോൾ പലരും ആരോഗ്യത്തിനായി ദിവസേന ഉപയോഗിക്കുന്ന ഒന്നാണ് ആപ്പിൾ സൈഡർ വിനീഗർ, അതായത് ആപ്പിൾ കൊണ്ടുണ്ടാക്കുന്ന വിനാഗിരി. പക്ഷെ ശരിയായ ധാരണയില്ലാതെ ഇവ ഉപയോഗിച്ചാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാക്കുക. ആപ്പിൾ സൈഡർ വിനീഗർ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ ഫെർമെന്റേഷൻ ചെയ്ത് ഉണ്ടാക്കുന്ന പ്രകൃതിദത്ത അസിറ്റിക് ആസിഡ് ആയതിനാൽ ചില സാഹചര്യങ്ങളിൽ അളവിൽ ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ഗുണകരമാണ്. ഇത് ചെറുതായി വെള്ളത്തിൽ കലർത്തി കുടിക്കുന്നത് വയറിലെ ആസിഡ് ബാലൻസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ചിലർക്കെങ്കിലും ബ്ലോട്ടിംഗ്, ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങൾ കുറയാറുമുണ്ട്. പ്രത്യേകിച്ച് ആഹാരത്തിന് ശേഷം ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിക്കുന്നത് ചില പഠനങ്ങൾ പ്രകാരം ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അമിത ശരീരഭാരം കുറയ്ക്കുവാൻ ഇവ സഹായിക്കുന്നതായും ചില പഠനങ്ങൾ പറയുന്നു. ആപ്പിൾ സൈഡർ വിനീഗറിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡ് ചില ഹാനികരമായ ബാക്ടീരിയ വളരുന്നതിനെ തടയുകയും ചെയ്യുന്നു. ഇവയൊക്കെയാണെങ്കിലും ഇവയുടെ അമിതമായ ഉപയോഗം വയറിൽ ഭാരം, ഹാർട്ട് ബേൺ, തൊണ്ടയിൽ അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകുന്നതോടൊപ്പം ഇതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പ്രവർത്തനം മുഖാന്തരം പല്ലിന്റെ ഇനാമൽ നശിച്ച് പൊട്ടാസ്യം കുറയുക, മസിൽ വേദന തുടങ്ങിയവയ്ക്കും കാരണമായി കണ്ടുവരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആപ്പിൾ സൈഡർ വിനീഗർ ശരിയായ അളവിൽ വെള്ളത്തിൽ കലർത്തി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്. പക്ഷെ അധികമായി അല്ലെങ്കിൽ നേരിട്ട് കുടിക്കുന്നത് ശരീരത്തിന് ദോഷകരവുമാണ്. ഇനി അച്ചാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അച്ചാർ രുചിക്ക് അത്ഭുതകരമാണെങ്കിലും ആരോഗ്യത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ അത് ഗുണത്തേക്കാൾ ഏറെ ശരീരത്തിന് ദോഷകരമാണ്, പ്രത്യേകിച്ച് അളവ് കൂടിയാൽ. അച്ചാർ കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. വിനാഗിരിയിലോ നാരങ്ങയിലോ അടങ്ങിയിരിക്കുന്ന ആസിഡ് വയറിലെ ആസിഡ് ബാലൻസ് ചെയ്തു നിർത്തുന്നു. ചെറിയ അളവിൽ അച്ചാർ കഴിക്കുന്നത് ആഹാരം പെട്ടെന്ന് ദഹിക്കുന്നതിനും ഭക്ഷണത്തിന് രുചി കൂട്ടുന്നതിനും സഹായിക്കുന്നു. അച്ചാറിലിടുന്ന മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയവയ്ക്ക് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ളതിനാൽ ഇവയുടെ ഗുണങ്ങൾ ഏറെക്കുറെ അച്ചാറിന് ലഭിക്കുന്നു. വിനാഗിരി, ഉപ്പ്, എണ്ണ എന്നിവയ്ക്ക് ബാക്ടീരിയ വിരുദ്ധ ഗുണങ്ങൾ കൂടെയുണ്ട്. ഇനി അച്ചാർ അധികമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് നോക്കാം. അച്ചാറിൽ ഉപ്പ് വളരെ കൂടുതലായതിനാൽ ഹൈ ബ്ലഡ് പ്രഷർ, ഹൃദയ പ്രശ്നങ്ങൾ, വൃക്ക തകരാറുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അച്ചാറുകളിൽ എണ്ണയും കൊഴുപ്പും വളരെ കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ കൊളസ്ട്രോൾ കൂടുന്നതിനും വയറിനും കരളിനും അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു. വിനാഗിരിയും പുളിയും അച്ചാറിൽ അടങ്ങിയിട്ടുള്ളതിനാൽ അസിഡിറ്റി, ഗ്യാസ്ട്രിക്, ഹാർട്ട് ബേൺ, അൾസർ പോലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ഇവ കൂടാതെ വിപണികളിൽ കിട്ടുന്ന അച്ചാറുകളിൽ കൃത്രിമമായ നിറങ്ങൾ, രാസസംരക്ഷണങ്ങൾ, പഴകിയ എണ്ണ എന്നിവ ഉപയോഗിക്കുന്നത് കാരണം ലിവർ, കിഡ്നി എന്നിവയുടെ ദോഷത്തിനും കാരണമാകുന്നു. മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ അച്ചാറിന് ഗുണത്തേക്കാൾ ഏറെ ദോഷം കൂടുതലായതിനാൽ അളവിൽ മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം വീട്ടിൽ തന്നെ ശുദ്ധമായി തയ്യാറാക്കി ഉപയോഗിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക്, അതായത് താഴ്ന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ചിലപ്പോഴെങ്കിലും അച്ചാർ കഴിക്കുവാൻ പറയാറുണ്ട്. അച്ചാറും ലോ ബിപിയും തമ്മിൽ എന്താണ് ബന്ധം എന്നതിനെക്കുറിച്ച് നോക്കാം. അച്ചാറിൽ സോഡിയം ധാരാളം അടങ്ങിയിരിക്കുന്നു. സോഡിയം ശരീരത്തിൽ വെള്ളത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നതിനാൽ ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ അച്ചാറിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പ് താൽക്കാലികമായി ബിപി ഉയർത്തുവാൻ സഹായിക്കുന്നു. അതിനാൽ ലോ ബിപി ഉള്ളവർക്ക് ചെറിയ അളവിൽ അച്ചാർ കഴിക്കുന്നത് ഉപകാരപ്രദമാകാറുണ്ട്. പക്ഷേ ഇതിനൊരു മറുവശം കൂടെയുണ്ട്, അതിനെക്കുറിച്ച് നോക്കാം. അച്ചാറിൽ ഉപ്പിനൊപ്പം വിനാഗിരി, എണ്ണ, മറ്റ് മസാലകൾ എന്നിവ കൂടെയുണ്ട്. ഇവ വയറിന് അസിഡിറ്റി, ഹാർട്ട് ബേൺ, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട്. കിഡ്നിക്കോ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കോ ഉപ്പ് അധികമായുള്ള ആഹാര പദാർത്ഥങ്ങൾ അപകടകരമാണ്. കൂടാതെ പ്രോസസ്ഡ് വിനീഗർ ഉപയോഗിച്ച അച്ചാർ ദിവസേന കഴിക്കുന്നത് ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം ബാലൻസിനെ തകർക്കുന്നു. ശ്രദ്ധിക്കുക, ലോ ബി പി ഉള്ളവർക്ക് ചെറിയ അളവിൽ അച്ചാർ കഴിക്കുന്നത് താൽക്കാലികമായി ബി പി കൂടുവാൻ സഹായിക്കും. പക്ഷെ ദിവസേനയോ അധികമായോ അച്ചാർ കഴിച്ചാൽ വയറിനും ഹൃദയത്തിനും ദോഷം ചെയ്യും. എണ്ണയും ഉപ്പും നിയന്ത്രിച്ച് സുരക്ഷിതമായി വീട്ടിൽ തയ്യാറാക്കിയ അച്ചാർ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ചാറിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.